ഒരു കുട്ടിയുടെ ജീവൻ തുടങ്ങുന്ന വേദിയാണ് ഗർഭകാലം. പക്ഷേ അത്രയ്ക്ക് പ്രാധാന്യം ഉള്ള ഈ കാലഘട്ടത്തിൽ നമ്മളിൽ പലരും അറിയാതെ വലിയ തെറ്റുകൾ ചെയ്യാറുണ്ടാവും. ഈ തെറ്റുകൾ കുഞ്ഞിന്റെയും അമ്മയുടെയും ആരോഗ്യം തന്നെ ബുദ്ധിമുട്ടിലാക്കാം. ഇതുപോലെ 10 വലിയ തെറ്റുകൾ കുറെ പേർ അറിയാതെ ചെയ്യുന്നുണ്ട്. ഒന്നു നോക്കാം നമുക്ക് ഇനിയെങ്കിലും അതൊക്കെ ഒഴിവാക്കാമോ എന്ന്. 1. ഡോക്ടറുടെ നിർദ്ദേശം ഇല്ലാതെ മരുന്നുകൾ കഴിക്കൽ. ഗർഭകാലത്ത് പല സ്ത്രീകളും തലവേദന, അലർജി, ചുമ, മൂക്ക് തടസ്സം എന്നിവയ്ക്ക് പരിഹാരമായി മുൻകാലത്ത് ഉപയോഗിച്ചിരുന്ന മരുന്നുകൾ തന്നെ ഉപയോഗിക്കുന്നു. എന്നാൽ ഗർഭകാലത്ത് ശരീരത്തിൽ നടക്കുന്ന ഹോർമോണൽ മാറ്റങ്ങൾ അനുസരിച്ച് മരുന്നുകളുടെ പ്രതികരണവും മാറുന്നു. ചില മരുന്നുകൾ പ്ലസെന്റ വഴിയായി കുഞ്ഞിലേക്കും കടന്നു പോകുന്നു. ഇത് കുഞ്ഞിന്റെ അവയവ വികസനത്തെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. ഗർഭകാലത്ത് ഓരോ മരുന്നും ഘട്ടം ഘട്ടമായി വിലയിരുത്തണം. രോഗം ചെറിയതാണെങ്കിലും മരുന്ന് കഴിക്കുന്നതിന് മുമ്പ് സ്ഥിരമായി ഡോക്ടറെ ബന്ധപ്പെടേണ്ടത് അത്യാവശ്യമാണ്. 2. പോഷകാഹാരത്തിന്റെ കുറവ്. പോഷകാഹാരം ഗർഭിണിയുടെ ആരോഗ്യത്തിനും ഭ്രൂണത്തിന്റെ വളർച്ചയ്ക്കും അത്യന്താപേക്ഷിതമാണ്. എന്നാൽ പലരും മോഹം കൊണ്ടോ കുഴപ്പം കൊണ്ടോ ശരിയായ ആഹാരക്രമം പിന്തുടരുന്നില്ല. പഴങ്ങൾ, പച്ചക്കറികൾ, പ്രോട്ടീൻ സ്രോതസ്സുകൾ, ധാന്യങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന സമഗ്രാഹാരം ഗർഭകാലത്ത് അനിവാര്യമാണ്. ചിലർ ഭക്ഷണത്തിൽ നിന്ന് അടിപ്പൊടിയുള്ള ഭ്രമങ്ങൾ കൊണ്ടും പഴമനുഷ്ഠാനങ്ങൾ കൊണ്ടും കൃത്യമായ പോഷകങ്ങൾ ഒഴിവാക്കുന്നു. ഇതിന്റെ ഫലമായി കുഞ്ഞിന്റെ ഭാവിയിലേക്ക് പോലും പ്രശ്നങ്ങൾ എത്തിപ്പെടാം. 3. പൂർണ്ണമായും ശാരീരിക പ്രവർത്തനങ്ങൾ ഒഴിവാക്കൽ. ഗർഭകാലം ഒരു വിശ്രമഘട്ടമായിരുന്നാലും അതിന് അർത്ഥം പൂർണ്ണമായും കിടന്നുറങ്ങുക എന്നല്ല. പല സ്ത്രീകളും ശരീരത്തിന്റെ ഭാരം കൂടുന്നു എന്ന ഭയത്തിൽ ചെറിയ തോതിൽ പോലും ചലനം ഒഴിവാക്കുന്നു. എന്നാൽ ഇത്തരമൊരു നിലപാട് ഡെലിവറിയിൽ ബുദ്ധിമുട്ടുകൾ, പിണ്ഡവത്കരണം, സുഖമല്ലാത്ത പ്രസവം തുടങ്ങി അനേകം പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കും. ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരമുള്ള ചെറിയ വ്യായാമങ്ങൾ, നടപ്പുകൾ എന്നിവ ഗർഭകാലത്തെ കൂടുതൽ ആരോഗ്യകരമാക്കും. 4. വെള്ളം കുറച്ച് കുടിക്കുക. ദൈനംദിനമായി ശരീരത്തിന് ആവശ്യമായത് 8 മുതൽ 10 ഗ്ലാസ് വെള്ളമാണ്, പ്രത്യേകിച്ച് ഗർഭകാലത്ത്. പല സ്ത്രീകളും വയറു നിറയുമെന്ന് കരുതി വെള്ളം കുടിക്കുന്നത് കുറയ്ക്കുന്നു. എന്നാൽ ഇത് കുഞ്ഞിന്റെ ഭദ്രതയ്ക്കും അമ്മയുടെ ആരോഗ്യത്തിനും വലിയ ഭീഷണിയാണ്. ശരീരത്തിൽ പോഷകങ്ങൾ ശരിയായി പരത്താനും അമിനിയോട്ടിക് ഫ്ലൂയിഡിന്റെ നിലനിർത്താനും വെള്ളം അത്യന്താപേക്ഷിതമാണ്. വെള്ളം കുറയുമ്പോൾ ചൊറിച്ചിൽ, തലവേദന, തളർച്ച, യൂറിനറി ഇൻഫെക്ഷനുകൾ എന്നിവയുടെ സാധ്യത കൂടുതലാണ്. 5. മാനസിക സമ്മർദ്ദങ്ങൾ നിയന്ത്രിക്കാതെ പോകുക. ഒരു ഗർഭിണിക്ക് ഏറ്റവും ആവശ്യമുള്ളത് മാനസിക സമാധാനവും സാന്ത്വനവുമാണ്. എന്നാൽ പലരും ജോലി, കുടുംബം, ഭയം, അനിശ്ചിതത്വം തുടങ്ങിയ കാരണങ്ങളാൽ കഠിനമായ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നു. ഇത് ഹോർമോണുകളുടെ ഉത്പാദനത്തെ സാരമായി തന്നെ ബാധിക്കുകയും ആ ഹോർമോണുകൾ കുഞ്ഞിന്റെ വളർച്ചയിലേക്ക് പ്രതികൂലമായി വ്യാപിക്കുകയും ചെയ്യും. സ്ഥിരമായ സമ്മർദ്ദം പ്രസവത്തെ വരെ ബാധിക്കും. അതിനാൽ മാനസികാരോഗ്യം സംരക്ഷിക്കുക എന്നത് ഒരു ആഡംബരമല്ല, ആവശ്യമായ ഉത്തരവാദിത്വമാണ്. 6. ഗർഭപരിശോധനകൾ ഒഴിവാക്കുന്നത്. റെഗുലർലി അൾട്രാസൗണ്ട് സ്കാനിംഗ്, ബ്ലഡ് ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റ് എന്നിവ ഗർഭകാലത്ത് മാതാവിന്റെയും കുഞ്ഞിന്റെയും ആരോഗ്യനില വിലയിരുത്താൻ ആവശ്യമാണ്. പലരും സമയമില്ലെന്നോ പേടിയാണെന്നോ പറഞ്ഞ് ഇവ ഒഴിവാക്കുന്നു. എന്നാൽ പല അപകടകരമായ സാഹചര്യങ്ങളും ആദ്യ പരിശോധനകളിലൂടെയാണ് തിരിച്ചറിയുന്നത്. ഉയർന്ന രക്തസമ്മർദ്ദം, ഗർഭകാല പ്രമേഹം, വിളർച്ച പോലുള്ള പ്രശ്നങ്ങൾ പൂർണ്ണമായി മറഞ്ഞിരിക്കാം. അവയെ തുടക്കത്തിൽ കണ്ടെത്തിയാൽ പ്രശ്നങ്ങൾ എളുപ്പത്തിൽ നിയന്ത്രിക്കാൻ സാധിക്കും. 7. ഫേക്ക് സോഷ്യൽ മീഡിയ ഉപദേശങ്ങൾ ഫോളോ ചെയ്യുക. ഇന്റർനെറ്റ് ഉപയോഗം കൂടുതലായതോടെ ഗർഭകാലത്തെ പോഷകാഹാരവും ട്രെയിനിങ്ങും ട്രീറ്റ്മെന്റും സംബന്ധിച്ച് നിരവധി ഫേക്ക് ചാനലുകളും പേജ്സും അഡ്വൈസ് നൽകുന്നു. പലപ്പോഴും ഇവരുടെ ഉള്ളടക്കത്തിൽ മെഡിക്കൽ ബേസ് ഇല്ലാതിരിക്കും. ഇത്തരം തെറ്റായ ഉപദേശങ്ങൾ പിന്തുടരുന്നത് ഭീഷണിയാകും. പലരും ഡോക്ടറെക്കാൾ ഇൻഫ്ലുവൻസറിനെ വിശ്വസിക്കുന്ന സ്ഥിതിയാണ് ഇന്ന്. ഗർഭകാലം ആശയക്കുഴപ്പങ്ങൾ പരീക്ഷിക്കാൻ ഉദ്ദേശിച്ചുള്ള സമയമല്ല, ഉറപ്പുള്ള മെഡിക്കൽ ഗൈഡ് ലൈൻസ് മാത്രമേ സ്വീകരിക്കാവൂ. ഈ 10 തെറ്റുകൾ നിങ്ങളുടെ മനസ്സിൽ അടച്ചുപൂട്ടാൻ ശ്രമിക്കരുത്. ഇന്നു മുതൽ മാറ്റങ്ങൾ തുടങ്ങാം. ഗർഭകാലം ഒരു അമ്മയുടെ ആത്മാവാണ്. അതിനെ സംരക്ഷിക്കുക, കരുതുക, മികച്ചതാക്കുക.